ഇന്ന് കേരളത്തിൽ ഏറ്റവും അധികം വേട്ടയാടപ്പെടുന്ന നേതാവാര് എന്ന് ചോദിച്ചാൽ അത് രാഹുൽ മാങ്കൂട്ടം MLA തന്നെയാണ്. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ എന്നുള്ള നിലയിൽ സർക്കാരിനെതിരെ നടത്തുന്ന തീപാറുന്ന വാക്ഷരങ്ങൾ തന്നെയാണ് അദ്ദേഹത്തിന് കൂടുതൽ ശത്രുക്കളെ വിളിച്ചു വരുത്തുന്നത്. ഇത്രയ്ക്കും അഗ്രസീവായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരു നേതാവിന് എതിരെ ആരോപണങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. പക്ഷെ പറയാതിരിക്കാൻ കഴിയില്ല, മറ്റുള്ള നേതാക്കളിൽ നിന്നും വ്യത്യസ്തമായി രാഹുലിന്റെ ചില സ്വഭാവം, ആ വ്യത്യാസമാണ് അദ്ദേഹത്തിന് ചെറിയ സംഭവങ്ങളിൽ പോലും പ്രതിഷേധം കൂടുതൽ നേരിടേണ്ടി വരുന്നത്, ശത്രുക്കളെ കൂടുതൽ ഉണ്ടാക്കുന്നതും അതുതന്നെയാണ്. എന്നാൽ ഈ സ്ത്രീ വിഷയത്തിലൊക്കെ ഇങ്ങനെ വൃത്തികെട്ട രീതിയിൽ ഒരാളെ അധിക്ഷേപിക്കുന്നത് രാഷ്ട്രീയത്തിൽ മര്യാദയില്ലായ്മയാണ്. വയനാട്ടിലെ ഫണ്ട് തട്ടിപ്പെന്ന് പറഞ്ഞു, അത് ഏശിയില്ല. അതിനു മുൻപേ വ്യാജ ID കാർഡ് ഉപയോഗിച്ചു അധ്യക്ഷനായി എന്ന് പറഞ്ഞ് അതും ഏശിയില്ല. പലതവണ കേസ്, അറസ്റ്റ്, ജയിൽവാസം എല്ലാം അദ്ദേഹത്തിന് നടത്തി. അവസാനം ഇപ്പോഴിതാ സിനിമയിൽ പറഞ്ഞതുപോലെ കാണാവുന്ന ചെറുപ്പക്കാരായ നേതാക്കന്മാരെ പെണ്ണ് കേസിൽ കൊടുക്കുന്ന ഏറ്റവും വൃത്തികെട്ടൊരു സംഭവത്തിലേക്കാണ് ഇടതുപക്ഷത്തിന്റെ വൃത്തികെട്ട രാഷ്ട്രീയം പോയിരിക്കുന്നത്. പീഡിപ്പിച്ചു എന്നോ അപമാനിച്ചു എന്നോ ഒരു യുവതിയും ഒരു പെൺകുട്ടിയും ഇതുവരെ പരാതി പറയാത്ത സ്ഥിതിക്ക് വെറുതെ ആരോപണം ഉന്നയിച്ച് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ അപമാനിക്കുകയും നശിപ്പിക്കുകയും ചെയ്യുകയാണ് ഒരു MLA. ഇങ്ങനെയുള്ള വൃത്തികെട്ട രാഷ്ട്രീയം അത് യഥാർത്ഥ രാഷ്ട്രീയക്കാർക്ക് ചെയ്യാൻ കഴിയില്ല. അത് CPM-കാർക്ക് മാത്രമേ കഴിയുകയുള്ളൂ. എങ്കിലും കുറച്ചു പേരെങ്കിലും ഇത് വിശ്വസിച്ചു പോകുന്നു എന്ന് കാണുമ്പോഴാണ് അതിൻ്റെ ഗൗരവം മനസ്സിലാകുന്നത്. രാഹുൽ മാങ്കൂട്ടത്തെ തകർത്ത് കളയാമെന്ന് കരുതി വൃത്തികേടുകൾ സോഷ്യൽ മീഡിയ വഴി നിറച്ച സഖാക്കൾ ഒന്നുറപ്പിച്ചിരിക്കുന്നു. CPM തന്നെ ഈ വിഷയത്തിൽ തോൽക്കാൻ പോകുകയാണ് എന്ന സത്യം. വാർത്തകൾ ആരും ശ്രദ്ധിക്കാതെ പോവുകയാണിപ്പോൾ. ലക്ഷ്യം പാളിയ കുട്ടി സഖാക്കൾക്ക് മാങ്കൂട്ടം MLA തന്നെ മറുപടി നൽകിയിരിക്കുകയാണ് വളരെ വ്യക്തമായി മാധ്യമങ്ങൾക്ക് മുൻപിൽ. നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. മുഖമില്ലാത്ത നമ്മളത് പ്രതികരിച്ചു പോലും അവർക്ക് സ്പേസ് കൊടുക്കാൻ പാടില്ല. പ്രതികരിക്കുന്നില്ല, പ്രതികരിക്കുന്നില്ല, പ്രതികരിച്ച് സ്പേസ് കൊടുക്കാൻ പാടില്ല. നിയമ നടപടി സ്വീകരിക്കും. ഈ നാട്ടിൽ അതിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും. ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് നന്നായിരിക്കില്ല എന്ന് CPM മനസ്സിലാക്കുന്നുണ്ട്. ഇത് CPM അറിഞ്ഞുകൊണ്ടായിരിക്കും ഇത്തരത്തിലുള്ള ഒരു അറിയാതായിരിക്കും പറ്റും. അല്ല, വ്യാപകമായ പ്രചരണമാണ് താങ്കൾക്കെതിരെ നടത്തുന്നത്. അത് രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഹീനമായ ക്യാമ്പയിനുകൾ ഉൾപ്പെടെ അതിനകത്തുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ നടക്കുമ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയ്ക്ക് താങ്കൾ അതിനെ അഡ്രസ് ചെയ്യേണ്ടതല്ലേ? ഇത്തരം ഞാൻ ചോദിക്കുന്ന മുഖമില്ലാത്ത ആളുകളുടെ അതിക്രമത്തെ നമ്മൾ എന്തിനു അഡ്രസ് ചെയ്യണം? എന്തിനു അഡ്രസ് ചെയ്യുന്നത്? അവരെ നമ്മൾ അല്ല, പല ആളുകളെ പറ്റി പറയുന്നു. നമ്മളെന്തിനാ അതിനെ ലെജിറ്റിമേറ്റ് ചെയ്യുന്നത്? ഇത് ആർക്കെതിരെയും പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ലേ? ആർക്കെതിരെയും പറഞ്ഞു. രാഹുൽ മാത്രമല്ല, മറ്റൊരു സ്ത്രീ കൂടി അതിന്റെ ഭാഗമാണ്. ഒരു മാധ്യമപ്രവർത്തക സ്ത്രീ കൂടി ഇതിലേക്ക് വലിച്ചു. അങ്ങനെ പലരുടെ പേരിങ്ങനെ പറഞ്ഞ് ഞാൻ ചോദിക്കുന്ന, അവർക്ക് നിയമവിരുദ്ധമായി എന്തെങ്കിലും കാര്യങ്ങളെ പറ്റിയിട്ട് അവർക്ക് അറിവുണ്ടോ? അവർ നിയമപരമായി പോകട്ടെ, അതല്ലേ അതിൻ്റെ മാന്യത. അതല്ലാതെ മുഖമില്ലാതെ ഇത് എത്ര കാലമായി തുടങ്ങിയിട്ട്. അപ്പം വയനാട് കഴിഞ്ഞോ? അതിനു മുന്നേ ഉള്ള വ്യാജ തിരിച്ചറിയൽ കാർഡ് കഴിഞ്ഞോ? ഇങ്ങനെ ഓരോ മാസം ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക എന്ന് പറയുന്ന ഒരു നല്ല പ്രവണതയായിട്ട് എനിക്ക് തോന്നുന്നു. നമ്മളോ പാലക്കാടോ നാട്ടിലെ ജനങ്ങളോ ഇതിലൊന്നും കൺസേൺഡ് അല്ല. ഹൂ കേഴ്സ്? നിങ്ങളും ഇതിനെ ലെജിറ്റിമേറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ഇത്തരം അധമമായ മുഖമില്ലാത്ത ആളുകളെ നിങ്ങൾ ലെജിറ്റിമേറ്റ് ചെയ്യാൻ പാടില്ല. എന്ത് കുഴപ്പമാണുള്ളത്? എത്ര കാലമായി ഇവർ ഇത്തരം കാര്യങ്ങൾ പറയുന്നു? ഇത് മാത്രമാണ്. എന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്നത്? ഹൂ കേഴ്സ്? ഞാൻ ചോദിക്കുന്നതാണ്. ഈ നാട്ടിൽ ഒരു ആഭ്യന്തര വകുപ്പിൻ്റെ കുത്തഴിഞ്ഞ സംവിധാനം കാരണം ആർക്കും ആരെപ്പറ്റി എന്തും പറയാം. നാളെ നിങ്ങളെപ്പറ്റിയും പറയാം.